Okay, so first of all, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെ ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഇന്ന് ഫൈനലി അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് OnePlusന്റെ OnePlus Nord. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് OnePlus Nordന്റെ അൺബോക്സിംഗ്, പിന്നെ പ്ലസ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഫ്രാങ്ക് ആയ ഒപ്പീനിയൻസ് ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്കെ, സോ ഇതാണ് OnePlus Nordന്റെ പാക്കേജ്. പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല, നോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക്, പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഫോണാണ്. ദിസ് വേ ടു നോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഫോൺ മാറ്റി വെച്ച് വേറെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇതിൻ്റെ അത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വെൽക്കം ലെറ്റർ ആണ്, ഡോക്യുമെൻറ്റേഷൻ ആണ്. വെൽക്കം ടു OnePlusൻ്റെ ഡോക്യുമെൻറ്റേഷൻസ്. സിം ഇജക്ടർ പിന്നാണ്. അതിനോടൊപ്പം തന്നെ വേറെ കുറേ സ്റ്റിക്കേഴ്സും ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ഓക്കെ, റെഡ് കേബിൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് കാർഡും ഉണ്ട്. ഞാൻ തൽക്കാലം ഇതെല്ലാം മാറ്റി വെക്കാൻ പോകും. സോ TPU കേസ്, നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്. പിന്നെ ഒരു വ്യത്യസ്തമായൊരു ഡിസൈൻ ഉണ്ട്. നമ്മൾ നോർമലി കാണുമ്പം കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുമല്ലോ, പക്ഷേ ഇതിൽ നല്ലൊരു ഡിസൈൻ ഉണ്ട്. നമുക്ക് എന്തായാലും അത് ഇട്ട് നോക്കാം. കുറച്ച് കഴിഞ്ഞ് എങ്ങനെയാണ് ആ ഒരു ഡിസൈൻ ഫോണോട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസായ 8 Proയും 8ൻ്റെ കൂടെ കിട്ടുന്ന എക്സാക്ട്ലി സെയിം ചാർജറാണ്. OnePlusൻ്റെ Warp 30T 30W ചാർജറാണ്. അതിനോടൊപ്പം തന്നെ OnePlusൻ്റെ ട്രേഡ് മാർക്ക് റെഡ് ചാർജിങ് കേബിളാണ്, ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. ഈ കാണുന്ന 6 ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. ഫസ്റ്റ് ഓബ്വിയസ്ലി ഫോണാണ്. TPU കേസ് ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ റെഡ് ചാർജിങ് കേബിൾ ടൈപ്പ് സി, 30W വാർപ്പ് ചാർജർ, പിന്നെ സിം ഇജക്ടർ പിൻ. ഞാനിതെല്ലാം മാറ്റി വെക്കാൻ പോവാണ്. നമുക്ക് ഫോൺ നോക്കാം. സോ ഇതിൻ്റെ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് സംസാരിച്ചാൽ നല്ലൊരു കോമ്പാക്റ്റ് ലൈറ്റ് വെയ്റ്റ് ഫോണാണ്. നല്ല തിൻ ഫോണാണ്, ഒരുപാട് കട്ടിയില്ല. നമ്മളിവിടെ അൺബോക്സ് ചെയ്ത മിക്ക എല്ലാ ഫോൺസും നല്ല തിക്കും പിന്നെ കുറച്ച് ഹെവി സൈഡിലാണ്. അബവ് 200 ഗ്രാമാണ്, 200 ഗ്രാമിൻ്റെ മേളിലാണ്. പക്ഷേ ഇത് വെറും 184 ഗ്രാമാണ്. സോ നല്ലൊരു കോമ്പാക്റ്റ് ലൈറ്റ് വെയ്റ്റ് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്ലൂ മാർബിൾ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി OnePlus 8 Proയിലുള്ള ഒരു ബ്ലൂ കളറല്ല, അത് മാറ്റ് ഫിനിഷാണ്. ഇത് കുറച്ചുകൂടെ ഒരു ഗ്ലോസി ഫിനിഷാണ്. സ്റ്റിൽ ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് TPU കേസ് ഇട്ട് നോക്കാം. നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആവുന്നുണ്ട്. നല്ല TPU കേസാണ്. ഓക്കെ, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്, സേഫ് ആണ് TPU കേസ്. പിന്നെ താഴെ ഇതൊരു സംഭവമുണ്ട്, ഈ ലിഡ് പോലെ. സോ നല്ലൊരു ടച്ചാണത്. പിന്നെ TPU കേസിൻ്റെ ബാക്കിലുള്ള ഈ ഡിസൈൻ നല്ല രീതിയിൽ തന്നെ ഫോണിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ഷെയ്ഡ് ഓഫ് വൈറ്റ് ആണ്. അത്രയും കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷേ നല്ലൊരു ഷെയ്ഡാണ് കിട്ടും. നല്ല TPU കേസാണ്. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിയാൽ ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. റൈറ്റ് സൈഡിൽ 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് ആണ് അലേർട്ട് സ്ലൈഡർ. സോ നല്ലൊരു കാര്യമാണ്. അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലുള്ള അതേ ഫീച്ചർ ഇതിലും അവർ ഇട്ടിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തില്ല, നല്ലൊരു കാര്യമാണ്. സെക്കൻഡ് ആണ് നമ്മുടെ പവർ ഓൺ ഓഫ് ബട്ടൺ. ലെഫ്റ്റ് സൈഡിലാണ് വോളിയം റോക്കർ. ബോട്ടം സൈഡിൽ 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് ആണ് സിം ട്രേ ഉണ്ട്, സെക്കൻഡ് മൈക്ക് ഉണ്ട്, USB-C പോർട്ട് ഉണ്ട്, പിന്നെ സിംഗിൾ സ്പീക്കർ ഉണ്ട്. ബാക്ക് നോക്കിയാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്, OnePlusൻ്റെ ലോഗോ ഉണ്ട്, OnePlusൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. സോ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, ആ കാര്യത്തിൽ സെഡാക്കി എന്ന് പറയാം. സോ ഞാൻ ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്തോളൂ. സോ ഞാൻ OnePlus Nord സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ പറഞ്ഞോളട്ടെ, ഒരൊറ്റ അനാവശ്യമായ ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഇത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞും ഇതിൻ്റെ UI ഒരൊറ്റ അനാവശ്യമായ ആഡില്ല. ബബിൾ ഷൂട്ടറും ഈ ഷൂട്ടറും ആ ഷൂട്ടറും ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ക്ലീൻ ഇൻ്റർഫേസ് ആണ്, ക്ലീൻ UI ആണ്. നമ്മൾ മോട്ടോൻ്റെ One Fusion Plusൽ കണ്ട് അതുപോലെ തന്നെ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്ന ക്ലീൻ UI ആണ് OnePlus Nordലുള്ളത്. അതിനോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത ആഡ്സും റെക്കമെൻഡേഷനും ഒന്നുമില്ല. സോ ഇപ്പം UIൻ്റെ ഫസ്റ്റ് ലുക്കിൽ ഫുൾ മാർക്സ് ആണ് OnePlusന്. പിന്നെ കോമ്പാക്റ്റ് സൈസും കോമ്പാക്റ്റ് ഡിസ്പ്ലേ ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 1 ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും. അതേ സമയത്ത് നമ്മളിത് Poco X2 ആയിട്ട് കമ്പയർ ചെയ്താൽ വ്യത്യാസം കണ്ടില്ലേ സൈസിൻ്റെ? നല്ല ഡിഫറൻസ് ഉണ്ട്, ഡീസൻറ്റ് ഡിഫറൻസ് ഉണ്ട്. സോ നല്ലൊരു കോമ്പാക്റ്റ് ഫോണാണ്. 1 ഹാൻഡ് യൂസിന് വേണ്ടി പറ്റിയ ഒരു ഫോണാണ് OnePlus Nord. OnePlus Nordൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിയാൽ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫ്രെയിം മെറ്റൽ അല്ല, ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ബട്ടൺസ് യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റാലിക് ബട്ടൺസ് ആണ്. 2 കളർ വേരിയൻസ് ഉണ്ട്, ബ്ലൂ മാർബിൾ ആൻഡ്
ഗ്രേ ഓണിക്സ്. ഡിസ്പ്ലേ നോക്കിയാൽ 6.44 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് ആമുലഡ് ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. ഫ്ലൂയിഡ് ആമുലഡ് പറയാൻ വേണ്ടിയുള്ള കാരണം ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 90 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. വളരെ നല്ലൊരു ആമുലഡ് ഡിസ്പ്ലേ ആണ്. നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഉണ്ട്, ഡീപ്പ് ബ്ലാക്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ് കിട്ടുന്നുണ്ട്. ആമുലഡ് സ്ക്രീനിൽ കിട്ടുന്ന ഒരു ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ് സെറ്റപ്പ് ഉണ്ട്. നല്ല വ്യൂവിംഗ് ആംഗിൾസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള സ്ക്രീനാണ്. സോ നിങ്ങൾ ഒരുപാട് മൂവീസും വീഡിയോസും TV സീരീസ് യൂട്യൂബ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു പഞ്ചി കോൺട്രാസ്റ്റ് ഉള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. പിന്നെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തൊരു സംഭവമാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ. റെഡ് ഗ്രീൻ ടിൻ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേറൊരു ഇഷ്യൂ കൂടെ ഉണ്ട്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേകം വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഇഷ്യൂവിനെ കുറിച്ച്, ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പെർഫോമൻസ് കാറ്റഗറി നോക്കിയാൽ ക്വാൾകോമിൻ്റെ പ്രീമിയം മിഡ് റേഞ്ച് ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 765G ആണ് ഇതിലുള്ളത്. 7 നാനോമീറ്റർ ഫിൻഫെറ്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. ഇതിൻ്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡാണ് 2.4 GHz. ഈ ഫോണിൻ്റെ നോർമൽ യൂസേജ് വെച്ച് നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ UI നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്, സെറ്റിംഗ്സിലും ഹോം സ്ക്രീനിലും, അതിനോടൊപ്പം തന്നെ വേറെ ആപ്സ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഫോൺ കോളിംഗ്, മെസ്സേജിങ്, അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഫോണിൻ്റെ PUBG പെർഫോമൻസ് നോക്കിയാൽ ഞാൻ ഒരുപാട് നേരമൊന്നും കളിച്ചില്ല, പക്ഷേ നമ്മുടെ ഒരു 720G, സോ മിഡ് റേഞ്ച്, ലോവർ മിഡ് റേഞ്ച് ഫോൺസിൽ കിട്ടുന്ന ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് സെറ്റിംഗ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നത്. സ്മൂത്ത് ആണെങ്കിൽ അൾട്രാ വരെ കളിക്കാൻ പറ്റും, 40 FPS. HD ആണെങ്കിൽ ഹൈ ആണ്. PUBG പെർഫോമൻസ് നോക്കിയാൽ ഡീസൻ്റ് ആണ്, ഓക്കെ ആണ്. അങ്ങനെ ഫ്രെയിം ഡ്രോപ്സും ലാഗ് ഒന്നും ഇല്ല. എന്നാലും ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല OnePlus. ഇനി ചിലപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പം ഇനി നല്ല പെർഫോമൻസ് കിട്ടും. പക്ഷേ ഇതിനേക്കാളും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഈ ഫോണിൻ്റെ ഡീറ്റെയിൽഡ് ഗെയിമിംഗ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കണ്ട. 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് ഇന്ത്യയിൽ വരുന്നത്. ഗ്ലോബലി 2 എണ്ണേ ഉള്ളൂ. ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് 6GB 64GB RAM സ്റ്റോറേജ് വേരിയൻ്റ് ഉണ്ട്. LPDDR4X RAM ആണ്. സ്റ്റോറേജ് ആണ് UFS 2.1. ഒരു കാര്യം ഓർക്കണം, ഇതിൽ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഇല്ല. സോ ഹൈബ്രിഡ് സിം സ്ലോട്ടിൻ്റെ ഓപ്ഷൻ പോലും ഇല്ല. സോ നിങ്ങൾ 6GB 64GB ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ 64GBയിൽ നിങ്ങൾ സ്റ്റക്കായി പോകും. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ OnePlus Nordൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 10 ഉണ്ട് വിത്ത് Oxygen OS 10.5.3. മിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് Oxygen OS. നല്ല സിംപ്ലിസ്റ്റിക്കും ആഡും ബ്ലോട്ട്വെയർ ഒന്നും ഇല്ലാത്ത ക്ലീൻ, സിംപ്ലിസ്റ്റിക്, നോൺസെൻസ് യൂസർ ഇൻ്റർഫേസ് ആണ്. എന്നാലും ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും ഒരുപാട് രീതിയിൽ പല കാര്യങ്ങൾ, ഐക്കൺസും പിന്നെ ഐക്കണിൻ്റെ കളറും ലേ ഔട്ടൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരുപാട് ഐക്കൺ പാക്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു OnePlusൻ്റെ ലുക്ക് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. നെക്സ്റ്റ് ക്യാമറ നോക്കാം. സോ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ബാക്കിൽ 48 മെഗാപിക്സലിൻ്റെ ആണ് പ്രൈമറി സെൻസർ, 48 മെഗാപിക്സൽ f1.8 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. ഇതിലുള്ള സെൻസർ OnePlus 8ലുള്ള എക്സാക്ട്ലി സെയിം സെൻസറാണ് സോണിയുടെ IMX586. പിന്നെ 8 മെഗാപിക്സലിൻ്റെ 109 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്. 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ഉണ്ട്. 2 മെഗാപിക്സലിൻ്റെയാണ് മാക്രോ ക്യാമറ. ഈ ക്യാമറ സെറ്റപ്പും ഫോട്ടോസ് ഞാൻ നല്ല ഡീറ്റെയിലിൽ നോക്കിയിട്ടില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മാക്രോ ക്യാമറ വെറും യൂസ്ലെസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഇതിൻ്റെ മാക്രോ ക്യാമറ. ഒന്നിനും കൊള്ളാത്തൊരു മാക്രോ ക്യാമറയാണ്. നല്ല രീതിയിൽ ഓട്ടോ ഫോക്കസ് എന്തായാലും ഇല്ല. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഫോക്കസ് ആവത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് ക്ലോസ് പോയൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. സോ മാക്രോ ക്യാമറ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്. സോ നിങ്ങൾ മാക്രോ ക്യാമറ യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഫോൺ എടുക്കരുത്. 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ഉണ്ട്. പക്ഷേ ആ ഒരു ഡെപ്ത് സെൻസർ എന്ന ക്യാമറ നിങ്ങൾ മറച്ച് വെച്ചാലും, ശരിക്കും പറഞ്ഞാൽ ഡെപ്ത് സെൻസർ ഒരു ക്യാമറ അല്ല, പക്ഷേ ആ ഒരു സംഭവം നിങ്ങൾ അടച്ചു വെച്ച ഒരു ഫോട്ടോ എടുത്താലും എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മോട്ടറേറ്റ് ഫോട്ടോഗ്രാഫി കിട്ടുന്നുണ്ട്. മറ്റ് ചൈനീസ് കമ്പനികൾ കാണിക്കുന്ന ഈ ഒരു ഓട്ടം ഉണ്ടല്ലോ, ക്വാഡ് ക്യാമറ സെറ്റപ്പ്, പെൻറ്റാ ക്യാമറ സെറ്റപ്പ്, ഇത്രയും ക്യാമറ, അതിൻ്റെ പുറകെ പോകാതിരുന്നിട്ട് ഈ 2 ക്യാമറ ക്യാൻസൽ ചെയ്തൊരു നല്ല ഒരു ടെലിഫോട്ടോ ക്യാമറ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ മെഗാപിക്സൽ ഉള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറ തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് സ്റ്റേബിൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് ക്യാമറ പെർഫോമൻസ് കിട്ടിയില്ല. സോ സെയിം സംഭവം 2 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ രീതിയിലുള്ള ഓപ്റ്റിമൈസേഷൻ ആണ് വരുന്നത്. പിന്നെ ഒരു വിചിത്രമായൊരു കാര്യം ഞാൻ കണ്ടത്, നമ്മൾ ഈ ഒരു ലൈവായിട്ട് ഫോട്ടോ എടുക്കുമ്പം ക്യാമറയിൽ ഡിസ്പ്ലേയിൽ വരുമല്ലോ ലൈവായിട്ട്, ആ ലൈവായിട്ട് നമ്മൾ കാണുമ്പം കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയാണ്. പക്ഷേ അതേ ഒരു ഫ്രെയിം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രോസസ്സായി കഴിഞ്ഞ് ഗാലറിയിൽ പോയി നോക്കുമ്പം ആ സെയിം ക്ലാരിറ്റി അല്ലെങ്കിൽ ഡീറ്റെയിൽ എനിക്ക് കിട്ടുന്നില്ല. കുറച്ചുകൂടെ സോഫ്റ്റ് ആയ ഫോട്ടോസാണ് വരുന്നത്. റിയർ ക്യാമറ വെച്ച് 4K 30 FPS എടുക്കാൻ കഴിയും. 4Kയിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ തന്നെയാണ്. ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ 32 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ
8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും കിട്ടുന്നുണ്ട്. ഇതിൽ ക്യാമറ ടു API ഫീച്ചർ എനേബിൾഡ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്യാമറ യൂസ് ചെയ്ത് ഈ ഒരു സെൻസറിനെ കുറച്ചുകൂടെ ബെറ്റർ ഇമേജ് പ്രോസസ്സിംഗ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ എന്തിനാണ് ഒരു എക്സ്റ്റേണൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ക്യാമറയുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ വഴി തന്നെ നല്ല ഇമേജ് പ്രോസസ്സിംഗ് കിട്ടേണ്ടതാണ്. എനിവേ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്പെസിഫിക് ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലസ് ക്യാമറ UI കുറിച്ചുള്ള ഒരു റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ 4115 mAh ആണ് ബാറ്ററി. കൂടെ വരുന്നത് 30 വാട്ടിൻ്റെ വാർപ്പ് 30T ഫാസ്റ്റ് ചാർജറാണ്. സെൻസേഴ്സും മറ്റു ഫീച്ചേഴ്സും നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന എല്ലാ സെൻസേഴ്സ് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നുണ്ട്. സോ സെൻസറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്ലിച്ചും പ്രോബ്ലം ലാഗോ ഡിലേ ഒന്നുമില്ല. ഇനി ഫേസ് അൺലോക്ക് ഫീച്ചർ നോക്കാം. ഓക്കെ സോ ഫേസ് അൺലോക്കും നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഫേസ് അൺലോക്ക് പ്ലസ് ഫിംഗർ പ്രിൻറ്റ് രണ്ടും സേഫ് ആണ്, സെക്യൂർ ആണ്, നല്ല ഫാസ്റ്റ് ആണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 765G ആയതുകൊണ്ട് ഇത് 5G സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. സോ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഫ്യൂച്ചർ പ്രൂഫ് ആണ്. സോ ഫ്യൂച്ചറിൽ 5G വന്നാൽ ഇതിൽ നിങ്ങൾക്ക് 5G യൂസ് ചെയ്യാൻ കഴിയും. വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് HD കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ പ്രൈം ആയാലും. OnePlus Nordന്റെ SAR വാല്യൂം ബിലോ ലിമിറ്റ് ആണ്. ഓഡിയോ പെർഫോമൻസ് നോക്കിയാൽ സിംഗിൾ സ്പീക്കേഴ്സ് ആണ് താഴെയുള്ളത്. ഡീസൻറ്റ് ഓഡിയോ പെർഫോമൻസ് ആണ്. അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്നിടത്തോളം രീതിയിലുള്ള ഒരു നല്ല ഓഡിയോ പെർഫോമൻസ് ഒന്നുമില്ല. പിന്നെ ഒരുപാട് സൗണ്ട് കൂട്ടുമ്പം ആ ഒരു ടിന്നി എഫക്റ്റ് വരുന്നുണ്ട്. 30,000 പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഒരു സ്പീക്കർ പെർഫോമൻസ് ആവുമായിരുന്നു. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ഫോണിനെ കുറിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഒപ്പീനിയൻ, ഫ്രാങ്ക് ഒപ്പീനിയൻ എന്താണ്. ശരിക്കും പറഞ്ഞ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. OnePlus Nord ശരിക്കും പറഞ്ഞ ഒരു സെക്കൻഡ് ബെസ്റ്റ് ഫോണാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ, എല്ലാ കാറ്റഗറീസിൽ. ഇതിൻ്റെ OnePlusൻ്റെ എക്സ്പീരിയൻസ് പ്ലസ് ഓക്സിജൻ OSൻ്റെ എക്സ്പീരിയൻസ് മാറ്റി വെക്കുകയാണെങ്കിൽ അത് ടോപ്പ് എക്സ്പീരിയൻസ് ആണ്. അത് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും സെക്കൻഡ് ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഫോൺ തരുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ക്യാമറ ഫോൺ വേണോ? OnePlus Nord ആ ഫോണല്ല, നിങ്ങൾക്ക് വേറെ ഫോൺ നോക്കേണ്ടി വരും. ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ബിൽഡ് വിത്ത് മെറ്റൽ ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് വേണം. OnePlus Nordൽ മെറ്റൽ ഫ്രെയിം ഇല്ല. നിങ്ങൾക്കൊരു ഹെഡ്ഫോൺ ജാക്ക് വേണം, OnePlus Nord അതില്ല. നിങ്ങൾക്കൊരു ബെസ്റ്റ് പെർഫോമിംഗ് ഗെയിമിങ്ങിന് വേണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ വേണം, OnePlus Nord ആ ഫോണല്ല. നിങ്ങൾക്ക് ബെസ്റ്റ് ഡിസ്പ്ലേ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സ്റ്റോറേജ് ഫീച്ചേഴ്സ് വേണോ, അതൊന്നും OnePlus Nord അല്ല ആ ഫോൺ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഫോൺ നോക്കേണ്ടി വരും. ഇതിൽ നല്ലൊരു ക്യാമറ സെൻസർ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ക്യാമറ സോഫ്റ്റ്വെയറും ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് വളരെ മോശമാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് OnePlus പൊക്കിയ തള്ള് ഇതെന്ത് ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ക്യാമറയാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഹാർഡ്വെയർ ഉണ്ട്, പക്ഷേ ഹാർഡ്വെയർ മാത്രം ഉണ്ടായാൽ പോലില്ല, നമുക്ക് ആ സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷൻ വേണം. ആ സോഫ്റ്റ്വെയർ തൽക്കാലം OnePlus Nordൽ ഇല്ല. സോ ഞാൻ ഈ ഫോൺ ആർക്കാണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlusൻ്റെ എക്സ്പീരിയൻസ് തന്നെ വേണം, OnePlusൻ്റെ ഓക്സിജൻ OS എക്സ്പീരിയൻസ് വേണം. ആ ഒരു ക്ലോസ് ടു ആൻഡ്രോയിഡ് വിത്ത് OnePlusൻ്റെ കുറേ കസ്റ്റമൈസേഷൻ ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസ് ഒരു നല്ല ഫോണാണ്, നല്ല പെർഫോമിംഗ് ഫോൺ തന്നെയാണ്. ഒരു നോർമൽ യൂസറിന് വേണ്ടി അങ്ങനെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിൽ സെക്കൻഡ് ബെസ്റ്റ് ഫോണാണ് OnePlus Nord. ഇതെൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഒപ്പീനിയൻസ് ആയിരുന്നു. ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം ഞാനിത് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അവിടെ ഇവിടെ മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ 2 ആഴ്ചകൾക്ക് ശേഷം നിങ്ങളുമായിട്ട് ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽ റിവ്യൂ ഷെയർ ചെയ്യാം. ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് എ മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.